കുറ്റവാളികളായ കുട്ടികൾക്ക് SSLC പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകരുതായിരുന്നുവെന്ന് മരിച്ച മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറയുന്നു. ഞങ്ങളുടെ വേദനയും സർക്കാർ പരിഗണിക്കണമായിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളായ കുട്ടികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുതെന്നും പിതാവ് പറഞ്ഞു. മാരകമായ ഒരു ആയുധം ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മർദ്ദിക്കുന്നത്. അതും തലഭാഗത്താണ് അടിക്കുന്നത്. അത് ഉള്ളിൽക്കാണ് പ്രഹരേറ്റത്. അതിലാണ് തലച്ചോറ് കട്ട. അത് അറിഞ്ഞതിൻ്റെ കൂടെ എൻ്റെ ഭാര്യ വളരെയേറെ നോർമലായിട്ടില്ല. ഒരു വെള്ളം കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് കൊടുത്ത 10ാം ക്ലാസ് പഠിക്കുന്ന ഈ 15 വയസ്സാകുമ്പോഴേക്ക് ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവർ 20 വയസ്സ് പ്രായം പൂർത്തിയായി കഴിയുമ്പോഴേക്ക് അവർ ഇന്ന് സമൂഹത്തിന് വൻ ഭീഷണിയായിട്ട് വരും. അന്വേഷണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഇത് സ്വാധീനം ചെലുത്തി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ സഹിക്കാൻ കഴിയില്ല. ഇപ്പം പരീക്ഷ എഴുതിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ പറയുന്നത് എൻ്റെ കുട്ടി ഏതായാലും ഇല്ല, ഒരു പരീക്ഷയ്ക്ക് ഒരു ഇത് കൊടുക്കരുത് എന്നുള്ള ഗവൺമെൻറ്റിന് ഞങ്ങളെ ഇത് മനസ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ ഈ പ്രാവശ്യം അവർക്ക് എഴുതാനും സമ്മതിക്കരുത് എന്നുള്ളതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഷഹബാസിന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം? പല ആഗ്രഹം കൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് കൊണ്ട് എൻ്റെ മാമന്മാരെ വിളിച്ചു പറഞ്ഞു എനിക്ക് പഠിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ട് കുറഞ്ഞ ഒരു പഠനം കൊണ്ടൊരു ജോലി വേണം എന്നുള്ളൊരു പലതവണ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ നെഞ്ചാകെ പഠിച്ചു പോയി. നമുക്കൊരു സാധനം കറക്റ്റായിട്ട് പറഞ്ഞ രീതിയിൽ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മാമന്മാരെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണം.